ഇവിടെ വഹാബികൾ കുറച്ചൊക്കെ വളരാൻ കാരണം തന്നെ എന്തുകൊണ്ടാണ്? നമ്മൾ APEK ആയി നിന്നുകൊണ്ട് അവർ പരിപാടി വഹാബിത്തിനെതിരെ പരിപാടി നടത്തുമ്പോൾ നമ്മൾ മുണ്ടൂല. നമ്മൾ പരിപാടി നടത്തുമ്പോൾ പോലും മുണ്ടൂല, അനുകൂലിച്ചും പറയില്ല, പ്രതികൂലിച്ചും പറയില്ല. വഹാബിയത്തിനെതിരെ സംവാദങ്ങൾ നടക്കുമ്പോഴും മുഖാമുഖങ്ങൾ നടക്കുമ്പോഴും സുന്നത്ത് ജമാഅത്ത് എന്നുള്ള നിലക്ക് നമ്മൾ അംഗീകരിക്കണം. അത് 4 സുന്നിപ്പെട്ട ആര് നടത്തിയാലും അത് എന്ന് വിചാരിച്ച പോലെ അംഗീകരിച്ചു എന്നതിന് അർത്ഥമില്ല. പക്ഷെ അത് നമ്മളെ സൈലന്റ് ആക്കുക എന്നുള്ളത് അത് ശത്രുക്കളുടെ ഒരായുധമാണ്. ഓലൊരു ആയുധമാണത്, നമ്മളെ സൈലന്റ് ആക്കുക എന്നുള്ളത്. അത് നമ്മളിങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവിടെ എതിർക്കപ്പെടേണ്ട മേഖലകളിൽ എതിർക്കണം, അനുകൂലിക്കേണ്ട മേഖലയിൽ അനുകൂലിക്കണം, വേറിട്ട് തന്നെ നിൽക്കട്ടെ. അത് വഹാബിയത്ത് വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആളുകൾ വഹാബിയത്തിനെ താലോലിക്കുമ്പോൾ അവരെ എതിർക്കാനും വേണ്ടിയിട്ട് സുന്നത്ത് ജമാഅത്ത് എന്നുള്ള നിലക്ക് പല സംഘടനയായിട്ടും സുന്നത്ത് ജമാഅത്തുള്ള സംഘടനയായിട്ടും ഒരുമിച്ച് നിൽക്കേണ്ടി വരും. എന്ന് വിചാരിച്ചാണ്ട് ഓലെ നമ്മൾ ചേർത്ത് നിർത്തി എന്നതിനർത്ഥമില്ല. വഹാബിയത്തിൻ്റെ കാര്യത്തിലും സുന്നത്ത് ജമാഅത്ത് തകർക്കുന്ന കാര്യത്തിലും അവരെ കൂടെ കൂടിയാണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം. അതാണ് ബുദ്ധി. അതിലൂടെ വേണം നമ്മൾ നീങ്ങാൻ. അവിടെ വേദി പങ്കിടേണ്ടി വരും വഹാബിസത്തെ എതിർക്കണ കാര്യത്തിൽ. മറ്റുള്ളതൊക്കെ വേറെ, പിന്നെ സമസ്തിക്ക് എടുക്കണവും പുറത്താക്കണമൊക്കെ അതിനിവിടെ ഒരു സെക്രട്ടറിയും പ്രസിഡന്റും ഇല്ലേ. ഓലെ എപ്പോഴാണോ ഓലെ കൂട്ടണത് അപ്പോൾ നമ്മൾ കൂടും, ഓലെ എപ്പോഴാണോ പുറത്ത് നിൽക്കണത് അപ്പോൾ പുറത്ത് നിൽക്കും. അത്ര തന്നെ ഉള്ളതിൽ ഓലെ മാറ്റി നിർത്താൻ. അവർ തെറ്റുകൾ ഉണ്ടെങ്കിൽ ശക്തമായ വിമർശനം നമ്മൾ ഉന്നയിക്കും. അവർക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ശക്തമായി അവരെ വിമർശനം ഉന്നയിക്കും. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി പറഞ്ഞാലും പ്രവർത്തിച്ചാലും നമ്മൾ പറയും. അവിടെ നമ്മൾ ചങ്കാണ് കരളാണ് നോക്കുന്നത്. നമ്മളെ കൂടുതലുള്ളവരെ വിമർശിക്കണം. എന്നിട്ടാണ് ഞാൻ പുറത്തുള്ളത് അല്ല. നേരെ മറിച്ച് വഹാബിയത്തിനെ എതിർക്കുന്ന കാര്യത്തിലും സുന്നത്ത് ജമാഅത്ത് വളരാൻ വിടാത്ത രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഇതിനുള്ള കാര്യത്തിലും ഒരുമിക്കാൻ പറ്റുന്ന മേഖലയിലൊക്കെ ഒരുമിക്കണം. അങ്ങനെ പോയാൽ മതി. അല്ലാതെ ഓലായിട്ട് കൂട്ടിപ്പിടിച്ചാണ്ട് ഉമ്മക്കണം എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ കൂട്ടിപ്പിടിച്ച് ഉമ്മക്കാൻ ഇഫ്രീത്തങ്ങളോ ആലിക്കുട്ടി ഉസ്താദ് പറയട്ടെ, അപ്പം നമുക്ക് ഉമ്മക്കാം. അതുവരെ ഈ പോക്ക് പോകും. അവിടെ അനുകൂലിക്കേണ്ട സ്ഥലങ്ങൾ അനുകൂലിക്കേണ്ടി വരും. നമ്മൾ വേറിട്ട് നിന്നാണ്ട് സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ കുറ്റപ്പെടുത്തിക്കുകയാണെങ്കിൽ നമ്മളെ സുന്നത്ത് ജമാഅത്താണ് ഇവിടെ ഇല്ലാതാവുക. വഹാബി രാഷ്ട്രീയ പാർട്ടി കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് തകർക്കാൻ നോക്കുമ്പോൾ നമ്മൾ AP പറയുമ്പം കൈയടിക്കാഞ്ഞാൽ, അല്ലെങ്കിൽ ഈക്ക പറയുമ്പോൾ APക്കാർ കൈയടിക്കാഞ്ഞാൽ സുന്നത്ത് ജമാഅത്താണ് ഇവിടെ നഷ്ടപ്പെടുക. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് വഹാബിയത്തിനെ എതിർക്കുന്ന കാര്യത്തിലാവുമ്പോൾ ശക്തമായിട്ട് നമ്മൾ മുന്നിൽ നിന്ന് പടപൊരുത്തണം. അവിടെ മുമ്പ് നമ്മൾ 89 എതിർത്തില്ലേനോ, നമ്മളവരെ മുടിനെ എതിർത്തില്ലേനോ എന്നല്ല, അതൊന്നും ഇപ്പോൾ മയപ്പെടുത്തിയെന്ന് അതിനർത്ഥമില്ല. പക്ഷെ നമ്മളെ അതിനും വലിയ ലക്ഷ്യമാണ് എന്ത്, ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ അതിനോട് അനുകൂലമായി നിൽക്കുമ്പോൾ അവരോട് അനുകൂലമായിട്ട് പ്രതികരിക്കണോ, അതിന് വിചാരിച്ചാണ്ട് ഓലെ കൂട്ടിക്കാണ്ട് നമസ്തൻ്റെ ഉള്ളിൽ വരണമെന്നും അതിനർത്ഥമില്ല. ഇതിനൊക്കെ ചർച്ചകൾ നടക്കണില്ല, ഓൽ തീരുമാനിക്കട്ടെന്ന്. എന്തിനാ ബേജാറ്? ഓലെന്നാണോ നമ്മോട് പറയണേ ഓല് റെഡി ആയിക്കണം, ഓക്കെ ആണെന്ന്, അന്നേ നമുക്ക് സ്വീകരിക്കാം. അതുവരെ മാറ്റി നിർത്തപ്പെടാം. അങ്ങനെയല്ല പോകേണ്ടത്, അങ്ങനെയാണ് പോകുന്നത്. നമ്മളെ തമ്മിൽ തല്ലിച്ചുകൊണ്ടാണ് ഇന്നേ വരെ രാഷ്ട്രീയ പാർട്ടി വളർന്നത്. രാഷ്ട്രീയ പാർട്ടി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പല മേഖലകളിലും സമസ്തക്കാരായ ആളുകളെ ഇറക്കിയാണ്ടാണ് സുന്നത്ത് ജമാഅത്തിനെ ഇല്ലാതാക്കിയത്, വഹാബിയസിനെ വളരാൻ കൂട്ടുന്നത്. ശരിക്കൊരു നിഷ്പക്ഷമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാണ് താനാണ് ബോധ്യപ്പെടും. ഏതൊരു ശത്രുവിൻ്റെ വിജയം എന്താണ്, മറ്റുള്ളവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളെ ഏറ്റവും വലിയ ശത്രു ആരെയാണ്? APക്കാരെയാണ്. പക്ഷെ അതല്ല നമ്മളെ ശരിക്കുള്ള ശത്രു. നമ്മളെ ശരിക്കുള്ള ശത്രു വഹാബിസവും സമസ്തയെ വളരാനയക്കാത്ത, സുന്നത്ത് ജമാഅത്ത് വരാനയക്കാത്ത രാഷ്ട്രീയക്കാരെയാണ്. അത് നമ്മൾ തിരിച്ചറിയാൻ വൈകി എന്നുള്ളൊരു നഗ്ന സത്യമാണ്. അപ്പോൾ ഇനിയും APEK ഇതും പറഞ്ഞാണ്ട് സംഘടന പറഞ്ഞാണ്ട് തമ്മിൽ യോജിക്കേണ്ട മേഖലകളിൽ യോജിച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്ന ഉസ്താദുമാരാരായാലും അവരെ അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അത് നമുക്കൊരു പാഠം കൂടിയാണ്. ഇനി ഇവിടുന്ന് അങ്ങനെ പോയാൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുള്ളൂ. അതല്ല, അങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ തെറ്റിച്ചാണ്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുടി അത് ഇതെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടാൽ നമുക്കിവിടെ സുന്നത്ത് ജമാഅത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അങ്ങനെ അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പല രാഷ്ട്രീയക്കാരും ഇടതുനിന്നും ഉണ്ടാവും വലതുനിന്നും ഉണ്ടാവും. അവരുടെയൊക്കെ ലക്ഷ്യം പോലെ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മളെ ലക്ഷ്യം എന്താണ്? സുന്നത്ത് ജമാഅത്ത് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് പഠിച്ചാൽ ബുദ്ധി വന്നിട്ടുണ്ട്, അത് ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാം. എന്ന് വിചാരിച്ച് കള്ള മുടികളും കള്ള കറാമത്തുകളും പറയുമ്പോൾ പറയണ്ടെന്നല്ല, ശക്തമായി എതിർക്കന്നെ വേണം. തരീക്കത്തായാലും കള്ളത്തരീക്കത്തായാലും ശക്തമായി എതിർക്കന്നെ വേണം. സുന്നത്ത് ജമാഅത്ത് പറയണ ആരായാലും കൂടെ നിർത്തും വേണം. എന്ന് വിചാരിച്ച് പോലെ സംഘടന പിടിച്ചാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നില്ല. ഓലെ ഇഷ്ടമുള്ളവർ പ്രവർത്തിച്ചോട്ടെ, നമ്മളെ കൂട്ടിയാലല്ലേ നമ്മളതിന് മറുപടി വരേണ്ട കാര്യമുള്ളൂ. മറ്റുള്ളത് പോലെ തന്നെ പറയുമല്ലോ, അങ്ങനെ പോയാൽ മതി. അതാണ് ഏറ്റവും ഹൈറ്. അല്ലാതെ നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയാണ്ട് ചേരി തിരിഞ്ഞാണ്ട് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടൽ സുന്നത്ത് ജമാഅത്താണ്. രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അതിന് ലാഭം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാവേറാവാതിരിക്കുക.
പടച്ചോൻ ബുദ്ധി വന്നിട്ടുണ്ട്. അത് ചിന്തിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ കൂടെ നിന്നിട്ട് ഹക്കായ സമസ്തയുടെ കൂടെ ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് പടച്ചോൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ കുതന്ത്രന്മാരുടെ ചതിയിൽ പെടാതിരിക്കുക. എങ്ങനെ ആരൊക്കെ വഹാബിയത്തിനെ എതിർക്കുന്നുണ്ടോ ശക്തമായി അവർക്ക് സപ്പോർട്ട് ചെയ്യുക. ആരൊക്കെ കള്ള രാഷ്ട്രീയത്തെ എതിർക്കുന്നുണ്ടോ അതിനും അനുകൂലിച്ചു കൊടുക്കുക. വോട്ട് നമ്മളെ ഇഷ്ടമാണ് ആർക്ക് ചെയ്യണം എന്നുള്ളത്. ഇനി അങ്ങനെ ചിന്തിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ ഒരു പാർട്ടിയിൽ അടിമപ്പെട്ടുകാണ്ട് അല്ലെങ്കിൽ ഒരു തങ്ങൾ പറയുമ്പോത്തിന് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് പറയുമ്പോത്തിന് ആണ്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാനുള്ളതല്ല നമ്മളെ വോട്ട്. നമ്മളെ ജനാധിപത്യ രാജ്യത്ത് ആരായ പാതയിൽ നന്മ ചെയ്യുന്നുണ്ടോ അവർക്ക് വോട്ട് കൊടുക്കുക. ആ രാഷ്ട്രീയം നോക്കരുത് ആരായാലും. അങ്ങനെ ആവണം നിലപാട്. അപ്പോഴാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുള്ളൂ. അതിനെ അനുകൂലിച്ച് നിൽക്കുന്നവരെ പ്രത്യേകം ഒന്ന് പരിഗണിക്കുകയും ചെയ്യാം. അതാണ് വേണ്ടത്.